പാർട്ടിയിൽ താങ്കളുടെ വളർച്ചയ്ക്ക് ആരും തടസ്സമായില്ല എന്നിപ്പോൾ പറഞ്ഞു. പക്ഷെ താങ്കളെ അനുകൂലിച്ച് ചില ആൾക്കാരുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ താങ്കളെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും വലിയ അനുകൂലമായ നിലപാടെടുത്ത ഒന്ന് രണ്ട് നേതാക്കളുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇ പി ജയരാജനെ പോലെ. ഇ പി ജയരാജനൊക്കെ താങ്കൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് തരം സപ്പോർട്ടാണ് തന്നത്? അല്ല, എനിക്കൊരു സപ്പോർട്ട് ഇ പി ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ മത്സരിക്കുന്നതിന് ഇ പി യോജിപ്പായിരുന്നില്ല. ഇ പിക്ക് ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല. പക്ഷേ ഇ പിക്ക് ഈ പാർട്ടിയിൽ കുറേ അസംതൃപ്തിയുണ്ട്, അതുണ്ട്. പക്ഷേ ഇ പി എനിക്കൊരു സപ്പോർട്ടും, ഒരു നേതാവും എനിക്കൊരു സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനങ്ങളെ തന്നിട്ടില്ല, പാർട്ടി അണികൾ എനിക്ക് സപ്പോർട്ട് ചെയ്തു, ഒരു നേതാവ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇ പിക്ക് എന്ത് അസംതൃപ്തിയുള്ളത് പാർട്ടിയിൽ? അത് പല കാരണം ഉണ്ടാവും, പലതും ഉണ്ടാവും. ഇപ്പം ഞാൻ അദ്ദേഹം പലതും ഉണ്ടാവാം. അദ്ദേഹം അസംതൃപ്തനാണെന്നുള്ള കാര്യം സംശയമില്ല. അതെന്തിൻ്റെ ഉണ്ടാകുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു വരുമെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരുന്നത്. പുറത്തൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷേ ഈ അസംതൃപ്തി കൊണ്ടങ്ങനെ നീ മാത്രമേ ഉള്ളൂ. ഈ പ്രകാശ് ജാവേദ്കറൊക്കെ കണ്ടത് എന്താ തോന്നുന്നത്? എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. എന്താ കാരണം വെച്ചാൽ അത് എന്തായാലും വെറുതെ ഒന്നും ഒരു കേന്ദ്രത്തിലെ ഒരു വലിയ നേതാവ് പോയിട്ട് മറ്റൊരു നേതാവിൻ്റെ അടുത്ത് വെറുതെ ഒന്ന് പോയി കയറുന്നു ജനങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ജനങ്ങൾ കുട്ടികളാണ്. അത് എന്താ, പക്ഷെ ഞാനതിൽ പിന്നെ എങ്ങനെയാണെന്ന് കരുതുന്നില്ല, എനിക്കതിൽ വിശ്വാസമില്ല. പക്ഷെ ജനം അത് സംശയത്തോടെ തന്നെയാണ് നോക്കുക. ഓ, ഇ പി ഞങ്ങൾ ബന്ധുക്കളാണ്, കുടുംബ ബന്ധുക്കളാണ്. അത് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് ഇതാ. അദ്ദേഹം ഇങ്ങനെ ഒന്ന് കണ്ടു. സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിലൊരു കോൺഗ്രസ് നേതാവല്ലേ ബി ജെ പി നേതാവ് വന്ന ഇപ്പം ഞാനും സി കെ പത്മനാഭൻ ഞങ്ങൾ അടുത്ത ബന്ധുക്കളാണ്, അടുത്ത് പരിചയക്കാരാണ്, എൻ്റെ വീട്ടിൽ വരുന്ന കക്ഷിയാണ്. അതുപോലെ തന്നെ പിന്നെ വത്സൻ തില്ലങ്കേരി വളരെ അടുപ്പമുള്ളവരാണ്. അവരൊക്കെ വന്നാൽ ഞങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടൊന്നും ഒരു ഇത് വരാൻ വേണ്ടി പോകുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ മാത്രമാണ് ഈ ജാവദേക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് നാട്ടുകാരനാണ് അങ്ങനെ വന്നാൽ അതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടാവും. അതിലെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പി കുറേ ആളുകളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വ്യാമോഹം ബി ജെ പിക്ക് ഉണ്ടാവും. അല്ലാതെ ഇ പി പോകുന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ ബി ജെ പിക്ക് അങ്ങനെ വ്യാമോഹം വന്നിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപിക്ക് വേണ്ടി തന്നെയാണോ പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടത്? അല്ല, അവർ ഒരു ഘട്ടത്തിൽ ഇയാളെ പിടിക്കാൻ നടക്കുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. സി പി എം മറ്റു പാർട്ടിയിൽ നല്ല ആളെ പിടിച്ചിട്ട് കേരളത്തിൽ ഒരു ഓപ്പറേഷൻ അവർ ആലോചിച്ചിരുന്നു. അങ്ങനെ കുറേ ആളുകളെ കാണുകയും ചില ആളുകൾക്ക് അതിൽ പെടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു വ്യാപകം വന്നിട്ട് ഈ അസംതൃപ്തിന് പോയിട്ടൊന്ന് കണ്ടാലോ കിട്ടുന്ന വ്യാപകം വന്നിട്ട് അങ്ങനെയൊന്നും കണ്ടിട്ട് പോകുന്ന ഒരാളല്ല ഇ പി. അത് അവരൊരു വ്യാപകം മാത്രമായിരുന്നു. വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പലരും പറയണ്ടായി കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, തളിപ്പറമ്പും പയ്യന്നൂരും ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും കോടിയേരി ഉണ്ടെങ്കിൽ ഇന്ന് ഈ തളിപ്പറമ്പും ഉണ്ടാവില്ല, പയ്യന്നൂരും ഉണ്ടാവില്ല, ആലപ്പുഴയും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നമോ അസംതൃപ്തിയോ ഉണ്ട് എന്ന് കേട്ടാൽ അത് പരിഹരിക്കാൻ ചില സംഘടനാ രീതിയുണ്ട്, അതിന് ചില രീതിയുണ്ട്. അത് കോടിയേരിക്ക് നന്നായിട്ട് ഉപയോഗിക്കും. മാത്രമല്ല കോടിയേരി വന്നെന്ന് കണ്ടിട്ട് ഞങ്ങൾ അത്രയും ബന്ധമാണല്ലോ, മാഷെ ഇങ്ങനെയൊന്നും ആലോചിച്ച് പോകരുതേ എന്നൊക്കെ ഒരു വർത്താനം ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മൾ പുറത്തെല്ലാം തട്ടി നമ്മൾ കയ്യെല്ലാം പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനുഷ്യനാണല്ലോ, നമ്മളെല്ലാം നേരത്തിൻ്റെ വഴിപ്പെട്ടു പോകും. അതുകൊണ്ടാണ് കോടിയേരി ഉണ്ടായത്. ഇത് അങ്ങനെയൊന്നുമില്ലല്ലോ, ഇത് ധിക്കാരത്തിൻ്റെ ഭാഷയല്ലേ. ആ മാഷ് പോയാൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ മാഷക്ക് വോട്ട് ഒരുത്തം വന്ന് പ്രസംഗിച്ചങ്ങനെയല്ലേ, മാഷക്ക് വോട്ടൊന്നും കിട്ടില്ല എന്ന് പ്രസംഗിച്ച് പോയ നേതാക്കന്മാരിലുണ്ട്. ജനങ്ങളെ അറിയാത്ത നേതാക്കന്മാരാണ് അവരോട് പറഞ്ഞിട്ട്. കോടിയേരി അങ്ങനെയല്ല, അത് മരിച്ച ഒരാളായത് പറയുന്നതല്ല. നിങ്ങൾക്കെല്ലാവരും അറിയാമല്ലോ കോടിയേരി മുഖത്ത് നോക്കിയാൽ തന്നെ നമ്മളെല്ലാം പ്രശ്നം ഒരു പരിഹരിക്കും. ഇവിടെ അങ്ങനെ ചിരിച്ചൊരു മുഖമുള്ള മനുഷ്യനാണ് കോടിയേരി. ഇത് തളിപ്പറമ്പും അമ്പലപ്പുഴയും സംഭവിക്കില്ല എന്ന് പറയുന്നത് മേ ബി ശരിയായിരിക്കാം. പക്ഷെ പയ്യന്നൂരിലെ വിഷയം ആദ്യം റേസ് ചെയ്യുന്നത് തന്നെ കോടിയേരിയുടെ മുന്നിലാണ്. കോടിയേരി അത് പരിഹരിക്കാഞ്ഞിട്ടാണ് അത് ഇത്രയും ഇങ്ങനെ നീണ്ടുപോവുകയും വഷളാവുകയും ചെയ്തത്. അതെ, അത് കോടിയേരി പരിഹരിക്കാനില്ല. കോടിയേരി അത് പരിഹരിക്കാൻ കോടിയേരിക്ക് സമയം ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അപ്പോഴേക്ക് രോഗവും പ്രയാസങ്ങളും വന്നു. ഇല്ലെങ്കിൽ അത് എന്നിട്ടും കോടിയേരി അവിടെ വന്ന് ജില്ലാ കമ്മിറ്റിയും ആ ഏരിയ കമ്മിറ്റിയൊക്കെ കോടിയേരി മീറ്റ് ചെയ്തിന്. പക്ഷേ അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ അവളെ കോടിയേരി വീക്കായി. കോടിയേരിയുടെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞ അത് താങ്കളോട് ഒരു മോറൽ സപ്പോർട്ട് ആ കുടുംബത്തിലുണ്ട്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ കുടുംബത്തിൽ എന്തെങ്കിലും പാർട്ടിയോട് അസംതൃപ്തി ഉള്ളതായിട്ട്? ആ കുടുംബത്തിന് പാർട്ടിയുടെ അതൃപ്തിയുണ്ട്. കുടുംബത്തിനൊരു പ്രശ്നമുണ്ട്, അത് വിഷമമുണ്ടായിട്ടുണ്ട്. അതൃപ്തി എന്ന് പറയാൻ പറ്റിയൊരു വിഷമമുണ്ടായിട്ടുണ്ട്. ആ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ കോടിയേരിൻ്റെ മൃതദേഹം മദ്രാസിൽ നിന്ന് കൊണ്ടുവരുമ്പം ആദ്യം ആലോചിച്ചിരുന്നത് തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കുക, പിന്നെ കോടിയേരി അത്രയും അറിയപ്പെടുന്ന ആളാണല്ലോ, പല ജില്ലാ ആസ്ഥാനത്തും പ്രദേശത്ത് വെച്ച് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു
ആദ്യം ഒരു ആലോചനയിൽ വന്നത് കോടിയേരിൻ്റെ കുടുംബം ആഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു. പക്ഷേ അത് വേണ്ട, നേരെ കണ്ണൂരേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന് തീരുമാനിക്കപ്പെട്ടു. ആ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ അവർ ധരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല, അവർ പറയാനൊന്നുമില്ല. പക്ഷെ ആ തീരുമാനം പാർട്ടി എടുത്തു. ആരായിരുന്നാലും പാർട്ടി പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അപ്പോൾ താങ്കൾക്ക് അറിയായിരിക്കുമല്ലോ ആരാ തീരുമാനം എടുത്തത്. അല്ല, അത് പിന്നെ അത് പാർട്ടി സാധാരണയായിട്ടൊരു പാർട്ടി സെക്രട്ടറി പിന്നെ ഈ ഫ്യൂണറൽ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് സംവിധാനം അവരെല്ലാം കൂടി ആലോചിച്ചിട്ടുണ്ടാവുന്നല്ലേ കരുതേണ്ടത്. അതിൽ അതൃപ്തിയുണ്ട്. അല്ല, ഞങ്ങളൊക്കെ എങ്ങനെയാണ് കരുതുന്നത്, താങ്കൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ആരാ തീരുമാനിച്ചതെന്ന് താങ്കൾ അല്ല, ഒരു വ്യക്തി ഇതായിരിക്കില്ല, ഒരു വ്യക്തിയല്ലോ അതിങ്ങനെ ചെയ്യാറ്. അവരന്നേരം തന്നെ ചിലപ്പോൾ ഒരു വെച്ചാൽ എങ്ങനെ ആയിരിക്കണം ഫ്യൂണറൽ നടത്തേണ്ടതെന്ന് ആ സെക്രട്ടേറിയറ്റ് ആലോചിക്കുമല്ലോ. അങ്ങനെ ആ പാർട്ടി സെക്രട്ടേറിയറ്റ് ആലോചിച്ചിട്ടില്ലേ പറയാം. അതിൽ ചില ആൾ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിട്ടുണ്ടാവും. അത് അവർക്ക് വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്, വലിയ അസംതൃപ്തി ആ കാര്യത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം അവരെ നയിച്ചിട്ടുണ്ട് വല്ലാണ്ട്. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അവർക്ക് പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടൊന്നും അവർ വാങ്ങുന്നില്ല. ഇപ്പോൾ പിന്നെ ആ പയ്യനാണെങ്കിൽ മറ്റു പല പക്ഷേ പാർട്ടീൻ്റെ ഏത് സ്ട്രഗിളിൻ്റെ മുമ്പിലും നിൽക്കുന്ന ഒരുത്തനാണ് കോടിയേരിൻ്റെ പയ്യൻ. എത്രയോ കേസിൽ പിന്നെ പെട്ടിട്ട് കിടക്കുന്നവനാണ്. അടിയും പിടിയും പോലീസിൻ്റെ എല്ലാം എല്ലാവരും മുമ്പിൽ നിൽക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടൊന്നും അവർക്കില്ല. പക്ഷേ ഞാൻ അവിടെ സന്ദർശിച്ചു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുടുംബപരമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത് ബന്ധമല്ല. അവരെ മകൻ പിന്നെ മക്കളൊക്കെ ചില തരികിടില്ലായിരുന്നു ആദ്യം. അതൊക്കെ ഇപ്പോൾ കോടിയേരിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അവസാനം ഒരു ഘട്ടത്തിലാണ് കോടിയേരി എന്നോട് തന്നെ പറഞ്ഞു, പിന്നെ നമുക്ക് വിദേശത്തേക്ക് അയക്കണം. അപ്പോൾ അവനൊരു ഹിന്ദിയൊക്കെ വന്നിട്ട് ഡൽഹിയിൽ എൻ്റെ മരുമകൻ താമസിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് താമസിപ്പിച്ച് എൻ്റെ മകനും ഉണ്ട്. അവിടെ താമസിച്ച് ഹിന്ദിയെല്ലാം പഠിച്ചിട്ട് അവനെ എവിടത്തേക്ക് അയക്കുന്നത്, വിദേശത്തേക്ക് അയക്കുന്നത്. ഇപ്പം മോശമല്ല തന്നെ, ഓരോ കാലത്ത് ചെറുപ്പക്കാർക്ക് ഓരോ സ്വഭാവം ഉണ്ട്. അതിലൊരു ഘട്ടത്തിൽ വരുന്ന പിന്നീട് ഇപ്പം അവരൊക്കെ നല്ല നിലയിൽ നല്ല സ്വഭാവത്തിൽ കഴിഞ്ഞു കൂടുന്ന കുട്ടികളാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള കുടുംബ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. മനസ്സിലായില്ല, അത്രയും കുടുംബ ബന്ധം ഞങ്ങൾ കോടിയേരി കുടുംബമുണ്ട്. ആ ബന്ധം വെച്ചിട്ട് നമ്മൾ ഇത്രയും പേര് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വീട് സന്ദർശിച്ചത്. അത് ഇതല്ലെങ്കിലും സന്ദർശിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ചരമ ദിനത്തിന് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. മറ്റെല്ലാ ചരമദിനത്തിനും ഞാൻ അവിടെ പോകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അല്ലെങ്കിലും ആ കുടുംബത്തിൽ പോകാറുണ്ട്, കാണാറുണ്ട്. ആ കുട്ടികൾക്ക് എന്നോട് വലിയ സ്നേഹമാണവർക്ക്, തിരിച്ചെനിക്കും അതെ. അപ്പോൾ ആ നിലയിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. വർഗവഞ്ചകൻ എന്ന് മറ്റുള്ളവരൊക്കെ വിളിച്ചപ്പോൾ കോടിയേരിയുടെ ഭാര്യ പറഞ്ഞത് അവരങ്ങനെ കരുതുന്നില്ല എന്നാണ്. അതെ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ല, അങ്ങനെ അവരങ്ങനെ വിശ്വസിക്കുന്നില്ല. ഞാനും വർഗവഞ്ചകനാണെന്ന് എന്നെ പറഞ്ഞാൽ ഞാൻ എന്ത് വർഗവഞ്ചനയാണ് ചെയ്തിരുന്നത്? അവരെ പറയുന്നതില്ലല്ലോ, മാഷ് എന്താ എന്ത് വർഗവഞ്ചനയാണ് എന്നല്ല അവരും ചിന്തിക്കുന്നുണ്ടാവും. ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പാർട്ടിയിലുള്ള പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മാഷൊരു വർഗവഞ്ചകനല്ല, അങ്ങനെ കൂട്ടുണ്ടോ? വർഗവഞ്ചകനല്ലാന്ന് അവർ ചിന്തിച്ച പോലെ തന്നെ പാർട്ടിയിലെ അണികളും ചിന്തിക്കുന്നുണ്ട്, പാർട്ടിയിലെ റാങ്ക്സിലുള്ള ആളുകളും ചിന്തിക്കുന്നുണ്ട്. എന്നാ എന്തു വകയില വർഗവഞ്ചകൻ എന്ന് പറയാം? എന്താ വർഗവഞ്ചന? ഞാനത് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ വർഗവഞ്ചന നടത്തി ഗോവിന്ദ മാഷാണ്. കാരണം എന്താ വെച്ചാൽ പാർട്ടി തീരുമാനമില്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുക, പാർട്ടി തീരുമാനമില്ലാതെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്ന വർഗവഞ്ചന. അത് അവിടെ അവരാ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. ഞാനെന്നെ അതിനെ എതിർത്തത് വർഗവഞ്ചകനാകാൻ പറ്റുമോ? പിന്നെ പാർലമെൻറ്റ് വ്യാമോഹിക്കുന്ന എന്നോട് പറഞ്ഞു, സ്ഥാനമാകുമെന്നൊക്കെ പറഞ്ഞു. വേറെ ഒന്നും അധികമൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞത്? തിരിച്ച് ആൾ അന്നേരം ചോദിച്ചിട്ടുണ്ടല്ലോ, ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. 3 തവണ MLA ആയ ആൾ 4ാം തവണയാകുമ്പോൾ എൻ്റെ ഭാര്യ ആയിരിക്കണം MLA അവിടെ വരേണ്ടത് എന്ന് ചിന്തിക്കുന്നതാണോ പാർലമെൻ്ററി വ്യാമോഹം? അല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 5 തവണ മത്സരിച്ച് പിന്നെയും മത്സരിക്കുന്നതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഞാനല്ല, എൻ്റെ ഭാര്യ MLA ആവണം, മന്ത്രി ആവണമെന്ന് ചിന്തിക്കുന്നതാണോ പാർലമെൻ്ററി വ്യാമോഹം? ഇതൊന്നും ഇല്ലാതെ ഒരു കാലം 10 കൊല്ലമായിട്ട് ഞാൻ ഇപ്പോൾ ഒരു മത്സരരംഗത്ത് ഇതാ പാർലമെൻ്ററി വ്യാമോഹം? ആ ചോദ്യത്തിന് ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം ജനങ്ങളും ചോദിച്ചിട്ടുണ്ട്. 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന ആള് 3ാം തവണയും മുഖ്യമന്ത്രിയാകാനായിട്ട് മത്സരിക്കുന്നത് പാർലമെന്ററി വ്യാമോഹമാണോ? അല്ല, അതിൽ ഈ എല്ലാം അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു ലീഡർ എന്നുള്ള നിലക്ക് പിണറായി തന്നെയാണുള്ളത്. ഒരു 3ാമതായാലും ഒരു ഗവൺമെൻറ് നയിക്കാൻ CPM നിന്ന് പിണറായി തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. വേറെ പിണറായി തന്നെയാണ്. അതിനകത്തുനിന്ന് ഇറങ്ങിയിട്ടും ഞാനത് ഒട്ടും ക്രിട്ടിക്കലായിട്ടല്ല ചോദിക്കുന്നത്. താങ്കൾക്ക് പിണറായിയോട് നേതാവെന്ന ഒരു വലിയ റെസ്പെക്ട് താങ്കൾ സൂക്ഷിക്കുന്നുണ്ടോ? കാരണം താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ പിണറായിയെ ഡയറക്റ്റായിട്ട് ഒരു കാര്യത്തിലും കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം കൂടെ ഉത്തരവാദിയാന്ന് പറയുന്നു. പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുമ്പോൾ തന്നെ ആദ്യം പോയി പിണറായിക്ക് കൈ കൊടുക്കുന്നു, അതിൻ്റെ ആശ്വാസം മേടിക്കുന്നു.
പിണറായിയാണോ ഇപ്പോഴും ഞാൻ ടി കെ കുഞ്ഞുമാഷിന്റെ നേതാവ്? അല്ലല്ല, ഞാൻ ഇപ്പോഴും കരുതുന്ന പിണറായി കരുത്തരായ നേതാവ് തന്നെയാണ്. നമ്മളിപ്പോൾ ഏത് പാർട്ടിയിലായാലും ചില നേതാക്കന്മാരുണ്ടാവുമല്ലോ, അവരെ പിന്നെ ചില അവരെ കഴിവിനെ നമ്മൾ അംഗീകരിക്കും. പിണറായി തന്നെയാണ് ഒരു കരുത്തരായ നേതാവ്. ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലക്ക് ഏത് ക്രൈസിസിനെയും നേരിടാൻ ആ സമയത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു നേതാവ് CPM-ലുള്ളത് പിണറായി തന്നെയാണ്. വേറെ ആരുണ്ട്? ഞാൻ അങ്ങനെ ഞാൻ ഇന്ദിരാഗാന്ധിനെ ഞാൻ ബഹുമാനിക്കുന്ന കക്ഷിയാണ്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നമ്മളുടെ പ്രസംഗിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഒരു കരുത്തിട്ട നേതാവായിരുന്നു. ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കരുത്ത് കാണിച്ച പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇല്ലെങ്കിൽ സുവർണ്ണ ക്ഷേത്രത്തിൽ പട്ടാളത്തെ അയക്കാൻ ഒരാൾക്കും ധൈര്യം വരില്ല. ഇന്ദിരാഗാന്ധിൻ്റെ കരുത്താണ് അത്. ഞാൻ പറയുന്നുണ്ട് ഇന്ദിരാഗാന്ധി പക്ഷേ അവർ പെശക് പറ്റി, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് പെശക് പറ്റി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു കരുത്തുള്ള നേതാവ് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നുള്ളത് സംശയമില്ല. അത് ഞാനത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ദിരാഗാന്ധിനെ വല്ലാതെ അവരെ തെറ്റിനെയും അതിനെല്ലാം ശക്തമായിട്ട് എതിർക്കുകയും അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്ത ആളാണല്ലോ ഞാൻ. എന്നാലും അവരെ ആ കരുത്തേക്കാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ CPM-നെ നയിക്കാൻ പൊതുവെ പൊളിറ്റിക്കൽ ഫീൽഡിലെ ഒരു കരുത്തനായ നേതാവ് കേരളത്തിൽ നിന്നുള്ളതിൽ പിണറായി.